എന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഇനി വേദപുസ്തകം ചുമന്നതല്ലേ? ഞാൻ അനുഭവിക്കുന്ന നന്മ, ഞാൻ അനുഭവിക്കുന്ന പദവികൾ, എനിക്ക് വേണ്ടി കാൽവരിക്കുന്നിൽ ഒരുവൻ മരിച്ചടക്കപ്പെട്ടു, എന്നെയും തിരഞ്ഞെടുത്തത് കൊണ്ടല്ലേ? കരങ്ങളൊന്ന് ഉയർത്തി ഒരുമിച്ച് ദൈവമേ, ആമേൻ. നീ എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തിരഞ്ഞെടുത്തതിനെ കുറിച്ച് എന്തുണ്ട്? ഒരു പദ്ധതിയുണ്ട്. ജസ്റ്റ് ഒരു ഒരു വാർഡിന്റെ മെമ്പർ ആണെങ്കിൽ പോലും അവിടെ താമസിക്കുന്ന 150 കുടുംബങ്ങൾക്ക് ആ വാർഡ് മെമ്പറിനെ കുറിച്ച് എന്തുണ്ട്? ഒരു പർപ്പസ് ഉണ്ട്, അവരെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അവരെന്റെ കാര്യങ്ങൾ ഇടപെടണം. ഒന്നുമല്ലാത്ത ഈ സമൂഹത്തിന് പോലും, ഒന്നുമല്ലാത്ത ഈ സെക്യുലർ ഇവിടുത്തെ ഈ ലൈഫിൽ പോലും അവരെ കുറിച്ച് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അവസാനത്തുള്ളി രക്തവും തന്ന് നമ്മെ ഈ ക്രൂസിന്റെ സ്നേഹത്താൽ മാടി വിളിച്ച് മക്കളും അവകാശികളുമാക്കി തീർത്തുവെങ്കിൽ നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എത്ര ശ്രേഷ്ഠമാണ്! ദൈവത്തിന്റെ ആഗ്രഹം എത്ര ശ്രേഷ്ഠമാണ്! മറക്കല്ലേ, വെറുതെ ഇവിടെ ആരെയും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ തിരഞ്ഞെടുത്തിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സദസ്സിലും ഈ വേദിയിലുമായിരിക്കുന്ന നമ്മെ കുറിച്ച് സർവശക്തനായ ദൈവത്തിന് ഒരു വ്യക്തമായ പദ്ധതി ഉണ്ട്. ദൈവം അതുകൊണ്ട് ആ വാക്യത്തെ ആസ്പദമാക്കി യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, പിന്നെ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിന്? നിങ്ങൾ പോയി ഫലം കായ്ക്കണം, മാത്രമല്ല നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അതിന് ഞാൻ നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്.